നോക്കൂ, CPM-ൻ്റെ ഇക്കാര്യത്തിലുള്ള നയം എന്ന് പറയുന്നത് ഇതിനകത്ത് 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായും കാണണം. ഒന്ന് സ്വാശ്രയ രംഗം, 2 സ്വകാര്യ സർവകലാശാലകൾ, 3 വിദേശ സർവകലാശാലകൾ. 3ൻ്റെ കാര്യത്തിനകത്തുള്ള നയസമീപനമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാശ്രയത്തിലേക്ക് ഞാൻ വരാം. വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസ് കേരളത്തിൽ അനുവദിക്കണോ എന്നുള്ളതാണ് വിഷയം. അക്കാര്യത്തിൽ CPM നേരത്തെ എടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് അത് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമാകണം എന്നുള്ളതാണ്. സർക്കാരിൻ്റെ നിയന്ത്രണം വേണം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രവേശം എന്നുള്ളതാണ്. പക്ഷെ അത് സാധ്യമല്ല. കാരണം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാകില്ല, സാമൂഹ്യ നീതി ഉണ്ടാകില്ല. അതുപോലെ തന്നെ അക്കാര്യത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം അവർ അനുവദിക്കുകയുമില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വേണം എന്നുള്ളതായിരുന്നു CPM എടുത്തിട്ടുള്ള സമീപനം. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സ്വകാര്യ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസ് കേരളത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ സാധ്യതകൾ ആരായും എന്ന് ഇവിടെ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിട്ടുള്ളത്. അത് വരുമെന്നോ അല്ലെങ്കിൽ വരാൻ വേണ്ടി ഞങ്ങൾ പ്രപ്പോസൽ ക്ഷണിച്ചിട്ടുണ്ടോ എന്നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, ഹൈദരാബാദിലാണ് അത് ആദ്യമായിട്ട് വന്നത്. നമ്മുടെ സ്റ്റേറ്റിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ SFIക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ മന്ത്രിക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വേണം മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് വിദേശ സർവകലാശാല അനുമതി നൽകുന്നതിന് പുറമെ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുകയല്ല, സാധ്യതകൾ ആരായും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ അത്തരം ആലോചനകൾ അനിവാര്യമാണ് എന്നുള്ളതാണ്. നോക്കൂ, ഇനി സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ വന്നാലും സമാനമായ സമീപനമാണ് CPM എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇടതുപക്ഷമാകെ എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉദാഹരണത്തിന് 1,11,000 അധ്യാപക നിയമനമുണ്ട്. എവിടെ? ഈ പറയുന്ന എയ്ഡഡ് മേഖലയിൽ, പ്രൈവറ്റ് സെക്ടറിൽ. എന്നുവെച്ചാൽ സ്വകാര്യ സർവകലാശാല, ഡീംഡ് സർവകലാശാലകൾ ഇവിടെ അനുവദിച്ചാൽ, നമ്മളല്ല അനുവദിക്കേണ്ടത്, കേന്ദ്ര സർക്കാരാണ് അനുവദിച്ചാൽ കേരളത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിൽ SFIക്ക് അതിൻ്റെ മുമ്പ് പോയി കുറേ കാലം സമരം ചെയ്യാമെന്നല്ലാതെ ആ അനുമതി റദ്ദ് ചെയ്യാനൊന്നും കേരള സർക്കാരിന് സാധിക്കില്ല. പക്ഷെ നമ്മുടെ തന്നെ എയ്ഡഡ് കോളേജുകളിലെ 1,11,000 അധ്യാപക നിയമനത്തിൽ ആകെയുള്ളത് 0.36 പട്ടികജാതി വിഭാഗക്കാരാണ്. ഈ 0.36 പട്ടികജാതി വിഭാഗക്കാർ തന്നെ ഈ പറയുന്ന SC/STയുടെ സംവരണാനുകൂല്യം ഉപയോഗിച്ച് വന്നവരല്ല. അവർ ഏതൊക്കെയോ തരത്തിൽ മാനേജ്മെൻറ്റിനെ സ്വാധീനിച്ചിട്ടാണ് ഈ പറയുന്ന അധ്യാപക ജോലി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കാലാകാലങ്ങളായി വന്നിട്ടുള്ള UDF LDF സർക്കാരുകൾക്ക് എയ്ഡഡ് നിയമനങ്ങളിൽ സംവരണം എന്ന് വെച്ചാൽ സാമൂഹ്യ നീതി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് നമ്മൾ സ്വകാര്യ സർവകലാശാലകളിൽ അത് വേണം എന്ന് പറയുന്നത്. അത് എത്ര കണ്ട് പ്രായോഗികമായിരിക്കും, അതിൻ്റെ അധികാരം നമുക്കില്ല എന്ന് പറയുമ്പോൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പണമാണ് ഘടകം അല്ലേ? പണമാണ്. എനിക്കിപ്പോൾ ഒരു NSSൻ്റെയോ അല്ലെങ്കിൽ SNDP യോഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ മാനേജ്മെൻറ്റ് നടത്തുന്ന കോളേജിൽ ഒരു അധ്യാപകനായി നിയമനം ലഭിക്കണമെങ്കിൽ ഏക മാനദണ്ഡം പണമാണ്. അതായത് അവനവന്റെ സമുദായത്തെ ഉന്നമനത്തിനായി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. പക്ഷെ അവിടെ ഉന്നമനം പണത്തിന് മാത്രമാണ്. അത് ദീർഘകാലമായിട്ട് കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വകാര്യ സർവകലാശാലകളിൽ നിന്നല്ല, നമ്മുടെ എയ്ഡഡ് കോളേജുകളിൽ പോലും നമുക്കത് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നേരത്തെ KN ഗണേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഓർഗാനിക്കായ ഒരു ജ്ഞാന സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അത് സഹായകരമാകുമോ എന്ന സംശയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഞാൻ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച് വളർന്നിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏത് വിദ്യാർത്ഥിക്കും കിട്ടുന്ന എല്ലാ സാധ്യതകളും ഞാനും എന്നോടൊപ്പം പഠിച്ച ദളിത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ ഇപ്പം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് OBC സംവരണമുണ്ട്, ദളിത് വിദ്യാർത്ഥികൾക്ക് SC/ST സംവരണമുണ്ട്. അവർക്ക് നമ്മളെക്കാൾ മുമ്പിൽ പോകാനുള്ള സാധ്യതകളുമുണ്ട്. ആ നിലയിലാണ് ഒരു വലിയ ജ്ഞാന സമൂഹത്തെ കേരളം വളർത്തിയെടുത്തിട്ടുള്ളത്. ആ സാധ്യതകളൊന്നും തന്നെ അപ്പോൾ അവിടെ ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോൾ അല്ലെങ്കിൽ സർവകലാശാലകളുടെ ക്യാമ്പസ് വരുമ്പോൾ ഇവർക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയില്ല. എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എനിക്ക് ആ പറയുന്ന വിദേശ സർവകലാശാലകളിലെ ഇന്ത്യൻ ക്യാമ്പസുകളിൽ പഠിക്കാനുള്ള സാധ്യത ഉണ്ട്. അതേസമയം ഈ പറയുന്ന ദളിത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അതുണ്ടാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് നമുക്ക് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതിനകത്ത് ഇനി അഥവാ ഇടതുപക്ഷ പാർട്ടികൾക്കിടയിലോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളിൽ തന്നെയോ ഭിന്നതയുണ്ട് എങ്കിൽ ആ ഭിന്നതയെ സ്വാഗതം ചെയ്യണം, ആ ചർച്ചയെ നമ്മൾ സ്വാഗതം ചെയ്യണം.
ചെയ്യണം എന്നുള്ളതാണ്. കേരളം ഇതുവരെ വിദ്യാഭ്യാസ രംഗത്ത് പാലിച്ചു പോന്നിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു മന്ത്രിക്ക് മാത്രമേ എനിക്ക് സ്മൃതി പറഞ്ഞതിനോടാണ് കൂടുതൽ യോജിപ്പ്. കാരണം SFIയോട് ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ ചർച്ച ചെയ്യാതെയാണ് ധനമന്ത്രി ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് കരുതുന്നത്. ഇതിനെ അതുകൊണ്ട് ഞാൻ ഭിന്നതയായി കാണുന്നില്ല. ഇത് സ്വാഭാവികമാണ്. ഇങ്ങനെ വളരെ ജനാധിപത്യം ആ നിലയിൽ തുടർന്നാൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നയസമീപനം സ്വീകരിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Meet the editors.